ഹൈറ്റ്സ് നമ്മുടെ കമ്പാരിസൺ ബേസ് ചെയ്ത് വരുന്നതാണ്. 8 പേരുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8. ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി. അപ്പോ ഡിസംബർ 6-ാം തീയതി 7-ാം തീയതി നമ്മുടെ ബാങ്ക് എക്സാമില് ഏറ്റവും ലാസ്റ്റ് പരീക്ഷയായ IBPS RRB ക്ലർക്കിന്റെ പ്രിലിംസ് എക്സാമും കഴിഞ്ഞിരിക്കുകയാണ് അല്ലെ. ഇനി ഡിസംബർ 13, 14 കൂടി നമുക്ക് ഈ ഒരു RRB ക്ലർക്കിന്റെ പ്രിലിംസ് എക്സാം വരുന്നുണ്ട്. അപ്പോ നമുക്ക് 6-ാം തീയതി 7-ാം തീയതി നടന്ന എക്സാം പ്രകാരം നമ്മുടെ എക്സാം ഈസി ആയിരുന്നു. അപ്പൊ ഏകദേശം നമ്മൾ അനാലിസ് ചെയ്ത സമയത്ത് നമുക്ക് അറിയാൻ കഴിഞ്ഞത് എക്സാം ഈസി ആണെന്നുള്ള കാര്യം തന്നെയാണ്. അതായത് ഏകദേശം ഒരു 72 to 75 ആണ് മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. അപ്പം 80 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തവരുണ്ട്, 79 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തവരുണ്ട്. അപ്പം ഒരു ഭൂരിഭാഗം ഒരു ആവറേജ് എടുക്കുവാണെങ്കിൽ ഒരു എത്രയാണ് 72 to 75 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് എന്നുള്ളതാണ് അനാലിസിസ് ത്രൂ നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ നമ്മുടെ അനാലിസിസ് പ്രകാരം നമ്മുടെ റീസണിങ് പേപ്പറിൽ എന്തൊക്കെ ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്, അപ്പം ഏതൊക്കെ ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങളാണെന്നും ഏതൊക്കെ ലെവലിലുള്ള ചോദ്യങ്ങളാണെന്നും നമ്മളത് അറിഞ്ഞു കഴിഞ്ഞതാണ്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു മെമ്മറി ബേസ്ഡ് റീസണിങ് പേപ്പർ ആണെന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിപ്പോ നെക്സ്റ്റ് എക്സാം എഴുതാൻ പോകുന്നത്, അതായത് നമ്മുടെ ഡിസംബർ 13, 14 എക്സാം എഴുതാൻ പോകുന്നവരെ ഈ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ, അതായത് ഈ ഒരു പാറ്റേണിൽ വരുന്ന ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ നിങ്ങൾ ചെയ്തു പോവാം. അപ്പോ നമുക്ക് ഈ പറയുന്ന 6ഉം 7ഉം പ്രകാരം നല്ല രീതിയിലുള്ള നല്ല ചോദ്യങ്ങളാണ് നമുക്ക് വന്നിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ളതും, അതുപോലെ തന്നെ നമുക്ക് പസിൽസും സീറ്റിംഗ് അറേഞ്ച്മെന്റ് നോക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഇല്ലാത്ത രീതിയിലുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. 2026 ബാങ്ക് SSC കലണ്ടർ ഉടൻ വരുന്നു. വരാനിരിക്കുന്നത് 1,00,000-ൽ പരം അവസരങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് മെന്റേഴ്സിനൊപ്പം വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്കൊരു സർക്കാർ ജോലി നേടിയെടുക്കാം. അതും ഇപ്പോൾ ഏറ്റവും മികച്ച ഓഫേഴ്സിൽ. എൻട്രി ഫ്യൂച്ചർ ഫെസ്റ്റിന്റെ ഭാഗമായി ബാങ്ക് SSC RRBയുടെ എല്ലാ കോഴ്സുകളും 40% വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാം. കൂടെ അൺലിമിറ്റഡ് വാട്സ്ആപ്പ് അക്സസും. കൂടാതെ ഈ മാസം ഗോൾഡ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവരിൽ 3 പേർക്ക് നേടാം അൺലിമിറ്റഡ് ട്രാക്ക് വാലിഡിറ്റി. പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ കോഴ്സ് ഓഫേഴ്സ് എന്താണെന്ന് അറിയൂ. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ആ പേപ്പർ എങ്ങനെ നമുക്ക് അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് ഞാനിവിടെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഞാൻ പറഞ്ഞു അനാലിസിസ് പ്രകാരം എടുത്തിട്ടുള്ള ആ ഒരു ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എടുത്തിട്ടുള്ള ഒരു മെമ്മറി ബേസ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് 40 ക്വസ്റ്റ്യൻസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെയാണ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സേഫ് സ്കോറിലേക്ക് എത്തിക്കേണ്ടതെന്നും അതുപോലെ തന്നെ ഏതൊക്കെയാണ് നമ്മൾ ലേറ്റർ ചെയ്യേണ്ടതെന്നും എന്നുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം വന്നിട്ടുള്ള ഒരു ബ്ലഡ് റിലേഷന്റെ ചോദ്യമാണ്. നമുക്ക് എന്തായാലും അത് ചെയ്യാൻ സാധിക്കും. നമുക്കിപ്പോ ബൾക്കായിട്ട് വരുന്ന ചോദ്യങ്ങളുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കണ്ടോ, ബ്ലഡ് റിലേഷൻ നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കോഡിംഗ് ഡീകോഡിംഗിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. കണ്ടോ, 4 ക്വസ്റ്റ്യൻസ് അടുപ്പിച്ച് നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ പസിൽസിലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, നമ്മുടെ ഏതാണ് സിലോജിസം വന്നിട്ടുണ്ട്, ഇനീക്വാളിറ്റി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ വരുന്ന ഈ ബൾക്കായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതായിരിക്കണം നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ അത് നോക്കുക. ജസ്റ്റ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു കുറച്ച് സമയം, അതായത് ഇത്ര സെക്കൻഡ്സിനുള്ളിൽ വെച്ചിട്ട് ഈ 40 ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പൊ അവിടെ നമുക്ക് ആ ബൾക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. അത് ജസ്റ്റ് അതൊന്ന് ചെയ്ത് പോവാം. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന പസിൽസും സീറ്റിംഗ് അറേഞ്ച്മെന്റും വരുന്ന രീതിക്കുള്ള ചോദ്യങ്ങൾ ചെയ്യുക. അത് ആദ്യമേ ചെയ്ത് നമ്മുടെ കോൺഫിഡൻസ് കളയരുത്. അപ്പം ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ചെയ്യാനുള്ള കാര്യങ്ങളും ഒക്കെ നമുക്കത് സെറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം സേഫ് സ്കോറിലേക്ക് എത്തിക്കാനുള്ള ഒരു ഏകദേശം ഒരു 15 to 20 ക്വസ്റ്റ്യൻസ് നമുക്ക് സേഫ് സ്കോറിൽ എത്തിക്കാൻ പറ്റും. അപ്പൊ അത് ആദ്യം ചെയ്തതിന് ശേഷം ബാക്കി നമ്മുടെ പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് അറ്റൻഡ് ചെയ്യാം. അപ്പൊ ഇപ്പൊ ഇവിടെ നമുക്ക് എന്താണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ആ ഒരു ചോദ്യങ്ങൾ നോക്കാം. അതായത് ഇതുപോലുള്ള ചോദ്യങ്ങളായിരുന്നു നമ്മുടെ കോഡിംഗ് ഡീകോഡിംഗിൽ വന്നിട്ടുണ്ട്. അത് സാധാരണ നമ്മുടെ ചൈനീസ് കോഡിംഗ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ കോഡ് ഫോർ വേർഡ് ടുഡേ? ടുഡേയുടെ കോഡാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ പെട്ടെന്ന് ചെയ്യാം. ടുഡേയുടെ വേർഡ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടിലുമാണ് നമുക്ക് മെയിൻ ആയിട്ട് വരിക. അപ്പൊ കോമൺ ആയിട്ട് വരുന്ന നോക്കിക്കേ, ഇവിടെ ഏതൊക്കെ കോമൺ ആയിട്ട് വരുന്നുണ്ട്? OW കോമൺ ആയിട്ട് വരുന്നുണ്ട്, AZ കോമൺ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുമോ? ഒന്നുകിൽ OW അല്ലെങ്കിൽ AZ ആണ്. അപ്പൊ ഓപ്ഷൻ E വരും ആൻസർ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ കോഡ് ഫോർ ഫ്രേസ്? വെരി സ്പെഷ്യൽ ആണ്. അപ്പൊ ഇതൊന്നും ഫുൾ വായിക്കേണ്ട ആവശ്യമില്ല. വെരി സ്പെഷ്യലിന്റെ കോഡ് കണ്ടുപിടിക്കാം. ആദ്യം വെരി ആണ്. അപ്പൊ വെരി ഫസ്റ്റിലുണ്ട്, സെക്കൻഡിലില്ല, തേർഡിലില്ല, ഫോർത്തില്ല. അപ്പം ഫസ്റ്റിലും ഫോർത്തിലും കോമൺ ആയിട്ട് വരുന്നത് ഏതാണ്? YK ആണ് വരുന്നത്. ഓക്കെ, ഇനി സ്പെഷ്യൽ നമുക്ക് ഇവിടെ ഫോർത്തിൽ മാത്രമേ വരുന്നുള്ളൂ അല്ലെ. അപ്പൊ ഫോർത്തിൽ മാത്രം വരുന്ന കോഡ് ഏതാന്ന് നോക്കിക്കേ, JL. അതുപോലെ MC ഉണ്ട്, NF. അപ്പൊ JL അല്ലെങ്കിൽ NF ആണ്. അപ്പൊ നമ്മുടെ ആൻസർ നോക്കുക, JL YK അല്ലെങ്കിൽ YK NF. അപ്പൊ JL YK ഉണ്ട്,
NF ഉണ്ട്. അപ്പൊ നമുക്ക് പറയാം ഐദർ A or C ആണെന്നുള്ള കാര്യം അവിടെ പറയാൻ സാധിക്കും. അപ്പൊ രണ്ടും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ഇനി ഡേ കം ടുഡേയുടെ കോഡ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫ്രേസ് സ്പെഷ്യൽ യു ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം സ്പെഷ്യൽ യു നോക്കിക്കേ, സ്പെഷ്യൽ ഇവിടെ ഉണ്ട്. അതിൽ ഞാൻ പറഞ്ഞു JL ഉം NF ഉം നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു കോഡും കൂടെ തന്നിട്ടുണ്ട്, അവിടെ നമുക്ക് NF തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് JL ആയിരിക്കും സ്പെഷ്യൽ വരിക. ഇനി യു ആണ് അവിടെ വരിക. യു എന്ന് പറയുന്ന സെക്കൻഡിലും തേർഡിലും ആണ്. അപ്പൊ സെക്കൻഡിലും തേർഡിലും കോമൺ ആയിട്ട് വരുന്ന നോക്കിക്കേ, അവിടെ OW ആൻഡ് AZ വരുന്നുണ്ട്. അപ്പൊ അതിൽ OW AZ ഏതെങ്കിലും വരുന്നുണ്ടോ? കണ്ടോ, ഇവിടെ നമുക്ക് AZ വരുന്നുണ്ട്. അപ്പൊ OW. അപ്പൊ JL OW ആണ് നമുക്ക് ആൻസർ വരിക, ഓപ്ഷൻ ഡി. വാട്ട് ഡസ് എ കോഡ് MC DR ആണ്. അപ്പൊ MC DR നോക്കിക്കേ, MC രണ്ടിടത്ത് വരുന്നുണ്ട്, സെക്കൻഡ് ആൻഡ് ഫോർത്ത്. സെക്കൻഡ് ആൻഡ് ഫോർത്തിൽ കോമൺ ആയിട്ട് വരുന്ന ഏതാണ്? കമ്മിങ് ആണ്. ഓക്കെ, കമ്മിങ് വരുന്നുണ്ട്. കമ്മിങ് വരുന്ന രണ്ട് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് DR കൂടെ നോക്കാം. DR ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആണ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡിൽ വരുന്നത് R ആണ് അല്ലെ. അപ്പൊ കമ്മിങ് R ആണ് അവിടെ ആൻസർ വരിക, ഓപ്ഷൻ E ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് നെക്സ്റ്റ് പസിൽസ് ആണ്. അപ്പൊ അതൊക്കെ ഒന്ന് ലീവ് ചെയ്തേക്കാം. ഏറ്റവും ഞാൻ പറഞ്ഞു നമുക്ക് ബൾക്കായിട്ട് വരുന്ന ചോദ്യങ്ങളിലേക്ക് പോവാം. അപ്പൊ ഇനി അടുത്ത് നമുക്ക് നമ്മുടെ ഏതാണ് ഇൻഇക്വാളിറ്റിയിലേക്ക് പോവാം. ഇൻഇക്വാളിറ്റിയിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് അനുസരിച്ചിട്ടാണ് നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്നത് എന്താണ് കമ്പൈൻ ചെയ്യാം. Y ഗ്രേറ്റർ ദാൻ O ഈക്വൽ ടു Z. Z വെച്ച് കമ്പൈൻ ചെയ്യാം. Z ലെസ് ദാൻ N, അതുപോലെ ലെസ് ദാൻ ഈക്വൽ ടു T. അപ്പൊ ഇനി നോക്കിക്കേ, T ആൻഡ് Y നോക്കുക. T ആൻഡ് Y കമ്പൈൻ ചെയ്യാൻ പറ്റില്ല. അടുത്ത് E ആൻഡ് N നോക്കുക. E ആൻഡ് N കമ്പൈൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ, അതും കമ്പൈൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് പറയാം ഇവിടെ ഏതാണ് നൈദർ ആണെന്ന് പറയാം അല്ലെ. T ആൻഡ് Yയും E ആൻഡ് N നമുക്ക് നൈദർ ആണെന്ന് പറയാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് അടുത്ത ചോദ്യം നോക്കിക്കേ, ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആണ് A ആൻഡ് Q. A ആൻഡ് Q നോക്കുമ്പോൾ കോമൺ ആയിട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പൊ ഇവിടെ ഗ്രേറ്റർ നമുക്ക് എന്തായാലും പറ്റില്ല, ഈക്വൽ ടു എന്തായാലും പറ്റില്ല, Q ആൻഡ് A. അപ്പൊ നമുക്ക് ഇവിടെ അത് പറയാം, ഐദർ ആണെന്ന് പറയാം അല്ലെ. അപ്പൊ ഇതൊക്കെ നമുക്ക് അറിയാനുള്ള കാര്യമാണ്, പെട്ടെന്ന് ചെയ്തു പോവാം. ഐദർ ആണ് ഓപ്ഷൻ സി, ഐദർ ആണ് ആൻസർ വരിക. ഇവിടെ ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആണ്, U ആൻഡ് X ആണ്. U X ഓപ്പോസിറ്റ് സൈൻ പറ്റില്ല, EQ അവിടെ ഓപ്പോസിറ്റ് സൈൻ ആണ്, അതും പറ്റില്ല. അപ്പൊ ഇവിടെ എന്ത് പറയാം, നമുക്ക് നൈദർ ആണെന്ന് ആൻസർ പറയാം. ഓക്കെ ആണല്ലോ. അങ്ങനെ 3 ചോദ്യങ്ങളാണ് ഇൻഇക്വാളിറ്റിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നോക്കുക, അടുത്തിന് സിലോജിസം ആണ്. അത് നമുക്ക് ബൾക്കായിട്ട് ചോദിച്ചിട്ടുണ്ട്. കണ്ടോ, ഏകദേശം നമുക്കൊരു 3 to 4 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കാം, നോ മാർച്ചസ് ഏപ്രിൽ ആണ്. നോ മാർച്ചസ് ഏപ്രിൽ, only a few April is June. അപ്പൊ സം ഏപ്രിൽ is ജൂണും അതുപോലെ സം ഏപ്രിൽ is നോട്ട് ജൂണും ആണ്. ഓൾ ജൂൺ ആർ ജൂലൈ ആണ്. എല്ലാ ജൂണും എന്താണ്, ജൂലൈ ആണ്. അങ്ങനെയാണെങ്കിൽ സം ഏപ്രിൽ ഈസ് നോട്ട് ജൂൺ, സം ഏപ്രിൽ ഈസ് നോട്ട് ജൂൺ, അത് നമുക്ക് ഡെഫിനറ്റ് ആണ്. ഓൾ മാർച്ച് ഈസ് ജൂലൈ ഈസ് എ പോസിബിലിറ്റി. എല്ലാ മാർച്ചും ജൂലൈ ആകാനുള്ള സാധ്യതയുണ്ടോ എന്നാണ്. എല്ലാ മാർച്ചും ജൂലൈ ആകാനുള്ള സാധ്യതയുണ്ടോ? അപ്പൊ അവിടെ എന്ത് വരും, അത് നമുക്ക് സാധ്യതയിൽ അവിടെ കൊണ്ടെത്തിക്കാം, കുഴപ്പമില്ല. സം ജൂലൈ ഈസ് ഏപ്രിൽ ഈസ് എ പോസിബിലിറ്റി. കുറച്ച് ജൂലൈ ഏപ്രിൽ ആകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. കുറച്ച് ജൂലൈ ഏപ്രിൽ ആകാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നോക്കുക, നമുക്ക് കുറച്ച് ജൂലൈ ഏപ്രിൽ ആകുന്ന സാധ്യതയാണോ? അത് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടില്ലേ. അപ്പൊ അത് സാധ്യതയിൽ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓൺലി 1 and 2 ആണ് ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് 25. ഓൺലി കിങ് ഈസ് ലയൺ ആണ്. അപ്പൊ നമുക്ക് പറയാം ഓൾ ലയൺ ആർ കിങ് ആണെന്ന് പറയാം. അപ്പൊ ലയൺ കിങ്ങിന് വേണ്ടി മാത്രമുള്ളതാണ്. സം കിങ് ഈസ് ടൈഗർ. ഓക്കെ, സം കിങ് ഈസ് ടൈഗർ. നോ ടൈഗർ ഈസ് ഡക്ക് ആണ്. ഓക്കെ, ചെക്ക് ചെയ്യൂ. ഓൾ ഡക്ക് ആർ കിങ് ഈസ് എ പോസിബിലിറ്റി. എല്ലാ ഡക്കും കിങ് ആകാനുള്ള സാധ്യതയുണ്ടോ? എല്ലാ ഡക്കിനെയും നമുക്ക് കിങ്ങിനകത്ത് കൊണ്ട് വെക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പം ഡക്കിനെ കംപ്ലീറ്റ് നമുക്ക് കിങ്ങിനകത്ത് കൊണ്ട് വെച്ചെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അത് പോസിബിലിറ്റിയിൽ വരും. സം ലയൺ ആർ ടൈഗർ ഈസ് എ പോസിബിലിറ്റി. കുറച്ച് ലയൺ ടൈഗർ ആകാനുള്ള സാധ്യതയുണ്ടോ? ലയണും ടൈഗറും തമ്മിൽ എന്തായാലും അവിടെ കണക്ഷൻ വരത്തില്ല. കുറച്ച് ലയൺ ടൈഗർ ആകാനുള്ള സാധ്യത എന്തായാലും അവിടെ വരത്തില്ല, അത് തെറ്റാണ്. അപ്പോൾ നമുക്ക് പറയാം ഇവിടെ ഓൺലി 1 കൺക്ലൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് പറയാം. ഓക്കെ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൺലി എ ഫ്യൂ വാട്ടർ ഈസ് ബ്ലൂ ആണ്. അതായത് കുറച്ച് വാട്ടർ എന്താണ്, ബ്ലൂ ആണ്. കുറച്ച് വാട്ടർ ബ്ലൂ അല്ല. സം ബ്ലൂ ഈസ് റെഡ് ആണ്. ഓൾ റെഡ് ഈസ് ഗ്രീൻ ആണ്. ഇതിൽ നിന്നും സം ഗ്രീൻ ആർ വാട്ടർ പറയാൻ പറ്റുമോ? സം ഗ്രീൻ ആർ വാട്ടർ ഇല്ല, അത് ഡെഫിനറ്റ്ലി പറയാൻ പറ്റില്ല. നോ വാട്ടർ ഈസ് ഗ്രീൻ നമുക്ക് ഡെഫിനറ്റ്ലി പറയാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഇത് സമ്മും നോയിലും ആണ്. അതുപോലെ വാട്ടർ ഗ്രീൻ ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് പറയാം ഇത് ഐദർ കണ്ടീഷനിലേക്ക് കൊണ്ടുവരാന്ന് പറയാം. അപ്പൊ ഓപ്ഷൻ സി ഐദർ ആണ് വരിക. ഓക്കെ, നെക്സ്റ്റ്, സം പ്ലേസ് ആർ കീബോർഡ്. സം പ്ലേസ് ആർ കീബോർഡ്. നോ കീബോർഡ് ഈസ് മൗസ്. നോ പ്ലേസസ് ബോട്ടിൽ. നോ പ്ലേസസ്
ബോട്ടിൽ. ഓക്കെ, കൺക്ലൂഷൻ ഓൾ പ്ലേസ് ക്യാൻ നെവർ ബി മൗസ് ആണ്. ഓൾ പ്ലേസ് ക്യാൻ നെവർ ബി മൗസ്, അതായത് എല്ലാ പ്ലേസും എന്തല്ല, ക്യാൻ നെവർ ബി മൗസ് ആണ്. ഓക്കെ, അത് കറക്റ്റ് ആയിട്ടാണ് നമുക്ക് വരുന്നത് അല്ലെ. അടുത്ത ഓൾ മൗസ് ക്യാൻ നെവർ ബി ബോട്ടിൽ പറയാൻ പറ്റുമോ? അത് നമുക്ക് എന്തായാലും പറയാൻ സാധിക്കത്തില്ല, അപ്പൊ അത് തെറ്റാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു കേസിൽ നമുക്ക് എന്താണ് ഓൾ പ്ലേസ് ക്യാൻ നെവർ ബി മൗസ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ കൊണ്ടുവരാൻ സാധിക്കും, മറ്റത് പറ്റത്തില്ല. അപ്പൊ ഓപ്ഷൻ എ ആണ് നമുക്ക് അവിടെ ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് തോന്നുന്നു. അതായത് ക്യാൻ നെവർ ബി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ സം നോട്ടിന്റെ ഡെഫിനിറ്റ് എടുത്താൽ മതി. അപ്പൊ ഡെഫിനിറ്റ് എടുക്കുമ്പോൾ സം പ്ലേസ് ക്യാൻ നെവർ ബി മൗസ് ആണ്. നമുക്ക് സം പ്ലേസ് ക്യാൻ നെവർ ബി മൗസ് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റൂലേ, അതുകൊണ്ടാണ് അവിടെ കറക്റ്റ് കിട്ടിയത്. മറ്റത് എന്തായാലും നമുക്ക് ഇവിടെ പോസിബിൾ അല്ല, വരത്തില്ല, ഡെഫിനിറ്റ് ആയിട്ട് വരത്തില്ല. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ ആണ് അവിടെ വരുന്നത്. ഒൺലി കൺക്ലൂഷൻ എ ഫോളോസ് ആണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ബൾക്ക് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ബൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ ആൽഫ ന്യൂമറിക് സീരീസ് എന്നാണ് നെക്സ്റ്റ് വരുന്നത്. അപ്പൊ അത് നെക്സ്റ്റ് നിങ്ങൾ ചെയ്യാം. ഇഫ് ദ ഗിവൺ വേർഡ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ഓർഡർ ആസ് ദേ അപ്പിയർ ഇൻ ഡിക്ഷണറി ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ലെഫ്റ്റ് ടു റൈറ്റിൽ എഴുതുകയാണ് എങ്കിൽ തേർഡ് ഫ്രം ദ ലെഫ്റ്റ് ആണ്. അപ്പൊ ആദ്യം നോക്കാം, ആദ്യത്തേത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് എഴുതേണ്ടത്. ആദ്യം വരുന്നത് ഏതാണ് ഇതില്? കെൽപ്പാണ്. നെക്സ്റ്റ് വരുന്നത് മാസ്ക്, നെക്സ്റ്റ് വരുന്നത് പാന്റ്, നെക്സ്റ്റ് വരുന്നത് ആറാണ്, ഇത് 4, ഇത് 5. ഓക്കെ, ഇതില് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് മാറ്റിയിട്ടുള്ളത് എങ്കിൽ തേർഡ് ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ് ആണ്. ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് തേർഡ് ഏതാണ്? അത് പാന്റ് ആണ്. ഓപ്ഷൻ ഇ പാന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഹൗ മെനി ലെറ്റേഴ്സ് ആർ ദർ ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റിക്കൽ സീരീസ് ബിറ്റ്വീൻ സെക്കൻഡ് ലെറ്റർ ഓഫ് ദ വേർഡ് വിച്ച് ഇസ് സെക്കൻഡ് ഫ്രം ദ റൈറ്റ്? അപ്പൊ അത് കെൽപ്പ്, അതില് ഇ ആണ് സെക്കൻഡ് ലെറ്റർ. അതുപോലെ തന്നെ തേർഡ് ലെറ്റർ ഓഫ് ദ വേർഡ് ഫ്രം തേർഡ് ഫ്രം ദ റൈറ്റ് ഹാൻഡ്. അപ്പൊ 1, 2, 3 അതിന്റെ തേർഡ് ലെറ്റർ എം ആണ്. ഇവിടെ ഇടയ്ക്ക് എത്ര ആൽഫബറ്റ്സ് ഉണ്ട് ഇംഗ്ലീഷ് ആൽഫബറ്റ്? ഇത് 5th ലെറ്റർ, 13th ലെറ്റർ. അങ്ങനെ ടോട്ടൽ നമുക്ക് വരുന്നത് ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ 8 വരും. അപ്പോൾ നമുക്ക് ടോട്ടൽ 7 ലെറ്റേഴ്സ് ആണ് ബിറ്റ്വീൻ വരിക. ഓപ്ഷൻ ഡി ആണ് അവിടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ ഫസ്റ്റ് ലെറ്റർ ഇൻ ഈച്ച് വേർഡ് ഈസ് ചേഞ്ച് ടു നെക്സ്റ്റ് ലെറ്റർ ആണ് ഇംഗ്ലീഷ് ആൽഫബറ്റിക്കൽ ഓർഡർ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡസ് ഫോം ദ ഹാവ് മാക്സിമം നമ്പർ ഓഫ് വവൽസ് ആണ്. അപ്പം ഫസ്റ്റ് ലെറ്ററിന് നെക്സ്റ്റ് ലെറ്റർ ആയിട്ട് ചേഞ്ച് ചെയ്യാണ്. എം എന്തായി? എൻ ആയി. എസ് എന്തായി? ടി ആയി. ആർ എസ് ആയി. എൽ കെ എൽ പി ക്യു. അപ്പൊ ഇതില് മാക്സിമം നമ്പർ ഓഫ് വവൽസ് ആണ് ചോദിച്ചിട്ടുള്ളത്. മാക്സിമം നമ്പർ ഓഫ് വവൽസ് ഏതാ വരിക? അത് നമുക്ക് ഈ പറയുന്ന SOME സമ്മിനാണ് വരുന്നത്. ബാക്കി എല്ലാത്തിലും ഓരോ വവൽസ് ആണ്. അപ്പം ഏത് വന്നു? ഇതിനാണ് മാക്സിമം നമ്പർ ഓഫ് വവൽസ് വരുന്ന. ഓപ്ഷൻ സി ആണ് വരിക. ഇഫ് ദ ഫസ്റ്റ് ആൻഡ് തേർഡ് ലെറ്റേഴ്സ് ഇൻ ഈച്ച് വേർഡ് ആർ ഇന്റർചേഞ്ച്, അപ്പൊ ഫസ്റ്റും തേർഡും ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ആദ്യത്തത് SAMK എന്ന് വരും, പിന്നെ ONSW എന്ന് വരും, അടുത്ത് MORE എന്ന് വരും, നെക്സ്റ്റ് LEKP എന്ന് വരും, നെക്സ്റ്റ് എന്ന് പറയുന്നത് NAPT എന്ന് വരും. ഇതില് മീനിങ്ഫുൾ വേർഡ്സ് ക്യാൻ ബി ഫോംഡ് ആഫ്റ്റർ റീഅറേഞ്ച്മെന്റ് ഏതാണ്? മോറ് മാത്രമേ വരത്തുള്ളൂ. അപ്പോ ബി, ഓപ്ഷൻ ബി 1 ആണ് വരിക. ഓക്കെ, നെക്സ്റ്റ് ഇൻ ഈച്ച് വേർഡ് ഈച്ച് ഓഫ് ദി കൺസണൻസ് ഇസ് ചേഞ്ച് ടു ഇറ്റ്സ് പ്രീവിയസ് ലെറ്റർ. കൺസണൻസിനെ പ്രീവിയസ് ലെറ്റർ ആയിട്ട് മാറ്റുക. അത് നമുക്ക് ആദ്യം ഒന്ന് ചേഞ്ച് ചെയ്തേക്കാം. പ്രീവിയസ് ലെറ്റർ ആയിട്ട് മാറ്റുമ്പോഴത്തേക്കും ഇത് L വന്നു, R വന്നു, J വന്നു. നെക്സ്റ്റ് എസ് എന്തായി? R ആയി. N എന്തായി? M ആയി. W എന്തായി? V ആയി. നെക്സ്റ്റ് R എന്തായി? Q ആയി. M, L, E. ഓക്കെ, അത് നിൽക്കട്ടെ, അത് വവൽസ് ആണ്. K എന്തായി? J. L എന്തായി? K. P പ്രീവിയസ് ലെറ്റർ ആണ്, അപ്പോ O ആവും. ഓക്കെ, ഇവിടെ O, Nന് മുന്നേ വരുന്നത് M, Tക്ക് മുന്നേ വരുന്നത് S. അടുത്തെന്താണ്? വവൽസ് ചേഞ്ച് ടു നെക്സ്റ്റ് ലെറ്റർ ആണ്. നെക്സ്റ്റ് ലെറ്റർ ആകുമ്പോൾ ഇത് B വന്നു. അടുത്ത് Oക്ക് ശേഷം വരുന്നത് P ആണ്. വീണ്ടും Oക്ക് ശേഷം P ആണ്. Eക്ക് ശേഷം F ആണ്. Eക്ക് ശേഷം F ആണ്. Aക്ക് ശേഷം B ആണ്. അപ്പം then how many words will have at least one vowel ആണ്? ഇവിടെ വവൽസ് ഒന്നും ഇല്ല, ഇതില് വവൽസ് ഇല്ല, ഇവിടെ വവൽസ് ഇല്ല. ഇവിടെ നമുക്ക് ഒരു വവൽ ഉണ്ട്, ഇവിടെ ഒരു വവൽ ഉണ്ട്. അപ്പൊ അറ്റ്ലീസ്റ്റ് 1 വവൽ എന്ന് പറയുമ്പോൾ നമുക്ക് 2 എണ്ണമാണ് വരുന്നത്. അതായത് ഓപ്ഷൻ ബി 2 ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആ 5 ക്വസ്റ്റ്യൻസും അവിടെ ആൽഫ ന്യൂമറിക്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഏതായിരുന്നു പിന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നത്? പിന്നെ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ബ്ലഡ് റിലേഷൻ ആദ്യം തന്നില്ലേ, ആ ബ്ലഡ് റിലേഷൻ നോട്ട് ചെയ്ത് വെച്ചേക്കാം. അത് നമ്മൾ ചെയ്യണം. എളുപ്പമുള്ളൊരു ബ്ലഡ് റിലേഷൻ ആയിരുന്നു നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് ചോദ്യം എടുത്തിട്ടുള്ളത്. K ഈസ് മദർ ഓഫ് P ആണ്. K ഈസ് മദർ ഓഫ് P. നോക്കിക്കേ,
എങ്ങനെ വന്നു നോക്കിക്കേ. കെ ഈസ് മദർ ഓഫ് പി, കെ ഈസ് മദർ ഓഫ് പി, ഹു ഈസ് സിസ്റ്റർ ഓഫ് ജി ആണ്. ഓക്കെ, സിസ്റ്റർ ഓഫ് ജി. പി ഈസ് മാരീഡ് ടു ഇസഡ് ആണ്. എച്ച് ഈസ് പാരന്റ് ഓഫ് ജി ആണ്. ഓക്കെ, ഐ ഈസ് മദർ ഓഫ് ഇസഡ് ആണ്. ഓക്കെ, ക്യു ഈസ് ഓൺലി ഡോട്ടർ ഓഫ് ഐ ആണ്. ഐയുടെ ഒരേ ഒരു ഡോട്ടർ ആണ് ക്യു. ഐ ഈസ് മദർ ഓഫ് ഇസഡ് ആൻഡ് ക്യു ഈസ് ഓൺലി ഡോട്ടർ ഓഫ് ഐ. ഓക്കെ, എൻ ആൻഡ് ജി ആർ സിബ്ലിങ്സ് ആണ്. എന്നും ജിയും സിബ്ലിങ്സ് ആണ്. കെ ഹാസ് ഓൺലി വൺ ഡോട്ടർ ആണ്. അപ്പൊ ഇവര് രണ്ടുപേരും ബ്രദേഴ്സ് ആണ്. നെക്സ്റ്റ്, ഐ ഈസ് വൈഫ് ഓഫ് ആർ ആണ്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇവിടെ ബ്ലഡ് റിലേഷൻ വന്നിട്ടുള്ളത്. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഈസ് ഇസഡ് റിലേറ്റഡ് ടു എൻ? ഇസഡ് റിലേറ്റഡ് ടു എൻ. എന്നിന്റെ ആരാണ് ഇസഡ്? എന്നിന്റെ ആരാണ് ഇസഡ്? ബ്രദർ ഇൻ ലോ ആണ്. ഓപ്ഷൻ സി. ഹൗ ഈസ് പി റിലേറ്റഡ് ടു ഐ? ഐയുടെ ആരാണ് പി? ആരാണ്? അത് മരുമകളാണ് അല്ലെ, അതായത് ഡോട്ടർ ഇൻ ലോ. അടുത്ത്, ഹൗ ഈസ് എൻ റിലേറ്റഡ് ടു ഇസഡ്? ഇസഡിന്റെ ആരാണ് എൻ? ഇസഡിന്റെ ആരാണ് എന്നു ചോദിച്ചാലും ബ്രദർ ഇൻ ലോ തന്നെയാണ് അല്ലെ. അപ്പൊ ഓപ്ഷൻ എ. 3 ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ഫൈൻഡ് ഓഡ് വൺ ഔട്ട് ആണ്. നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ പൊസിഷൻ വാല്യൂസ് ചെയ്തെന്നായിരിക്കും ഏറ്റവും എളുപ്പം. 25, 5, 9, 2, 9, 12, 16, 23, 26, O എന്ന് പറയുന്നത് 15, 22, 25, E5, L12, O15. അപ്പൊ ഇവിടെ നോക്കുമ്പോ ഇത് +7 +3 +7 +3 +7 +3 +7 +3. അപ്പൊ ഇതിൽ നമുക്ക് ഓഡ് വൺ ആയിട്ട് വന്നത് ഓപ്ഷൻ എ ആണ്. അപ്പോൾ നമ്മുടെ പൊസിഷൻ വാല്യൂസ് വെച്ച് ചെയ്താൽ മതി. നെക്സ്റ്റ് നമുക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതുപോലെ വരുന്ന സിംഗിൾ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പിന്നെ വരിക. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് ഏത്? എല്ലാം നമുക്ക് നമ്മുടെ പസിൽസും സീറ്റിംഗ് അറേഞ്ച്മെന്റും ആണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്യാം. 2026 ബാങ്ക് SSC കലണ്ടർ ഉടൻ വരുന്നു. വരാനിരിക്കുന്നത് 1,00,000-ൽ പരം അവസരങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് മെന്റേഴ്സിനൊപ്പം വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്കൊരു സർക്കാർ ജോലി നേടിയെടുക്കാം. അതും ഇപ്പോൾ ഏറ്റവും മികച്ച ഓഫേഴ്സിൽ. എൻട്രി ഫ്യൂച്ചർ ഫെസ്റ്റിന്റെ ഭാഗമായി ബാങ്ക് SSC RRBയുടെ എല്ലാ കോഴ്സുകളും 40% വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാം. കൂടെ അൺലിമിറ്റഡ് വാട്സ്ആപ്പ് അക്സസും. കൂടാതെ ഈ മാസം ഗോൾഡ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവരിൽ 3 പേർക്ക് നേടാം അൺലിമിറ്റഡ് ട്രാക്ക് വാലിഡിറ്റി. പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ കോഴ്സ് ഓഫേഴ്സ് എന്താണെന്ന് അറിയൂ. സിംഗിൾ ക്വസ്റ്റ്യൻ നമുക്ക് അതിനിടയിൽ ചെയ്തു പോവാം. നോക്കിക്കേ, 6 persons were born in 2 different dates ആണ്. അതിന് മുന്നേ 7th and 24th months. വേറെ ക്വസ്റ്റ്യൻ എങ്ങാനും ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, മാർച്ച് 7, 24, ഏപ്രിൽ 7, 24, മെയ് 7, 24. ഓക്കെ, അതെല്ലാം ഞാൻ അവിടെ വരച്ചിട്ടുണ്ട്. All of the information not necessarily in the same order. B was born immediately after A ആണ്. C was born on 7th April ആണ്. 1 person was born between A and E ആണ്. 2 persons were born between C and F. ഇത് വരച്ചു. ഇനി എക്കും ഇക്കും ബി വാസ് ബോൺ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ എ ആണ്. എക്ക് ശേഷമാണ് എ വരിക. ഇനി എക്കും ഇക്കും ഇടയ്ക്ക് ഒരാളാണ്. പിന്നെ നമുക്ക് ബാക്കിയുള്ളത് ഡി ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ പസിലിറ്റി. അത് എളുപ്പമുള്ളൊരു പസിലായിരുന്നു അത്. ഹു അമംഗ് ദ ഫോളോയിങ് വാസ് ബോൺ ഓൺ 7th May? 7th May ആരാണ്? ബി ആണ്. ഓപ്ഷൻ ബി. ഓൺ വിച്ച് ഡേറ്റ് മന്ത് വാസ് ഡി ബോൺ? ഡി മാർച്ച് 7 ആണ്. 7th March ആണ്. നെക്സ്റ്റ് ഏതാണ്? ഹൗ മെനി പേഴ്സൺസ് വെയർ ബോൺ ആഫ്റ്റർ ഇ? എത്ര പേരുണ്ട്? 4 ആണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഇ 4 ആണ്. ഇഫ് ഡി is related to C, C is related to B, then who among the following is related to F ആണ്. അപ്പോ D is related to C, C is related to B. അങ്ങനെയാണെങ്കിൽ A is related to F ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വന്നു? എ. ഓപ്ഷൻ എ. 4 of the following 5 are alike in a certain, അതായത് ഇതിൽ ബിലോങ് ചെയ്യാത്തത് DCEBF ആണ്. ഇതില് D, അതുപോലെ C, E ഇവിടെയാണ്, ബി, എഫ്. അപ്പൊ ഇതിൽ നമുക്ക് 2 മാസം വരുന്നുണ്ട്, ഇതിൽ നമുക്ക് 2 മാസം വരുന്നുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഓഡ് വൺ ഔട്ട് ആയിട്ട് സീന് നമുക്ക് ഇവിടെ എഴുതാൻ സാധിക്കും അല്ലെ. ബാക്കി നമ്മുടെ മന്തിലെ 2 മാസങ്ങളിലെയും ആൾക്കാർ വരുന്നുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് ഒരു ഇത് മാത്രമേ വരുന്നുള്ളൂ, ഏപ്രിലെ സി മാത്രം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഏത് എഴുതാം? സി എന്നുള്ള കാര്യം എഴുതാം. ഓപ്ഷൻ ബി, സി ആണ് എന്നുള്ളത് അവിടെ എഴുതാൻ പറ്റും. Okay, next ഇനി if all the letters of the word reasonable are arranged in alphabetical order from left to right in such a way that all the vowels are arranged first followed by എന്താണ് നമ്മുടെ consonants and then how many letters are there in between O and S after the rearrangement ആണ്. അപ്പൊ റീസണബിൾ ആണ്, അതിലെ vowels ആണ് ആദ്യം വരേണ്ടത്. അപ്പൊ ഇ, എ, ഒ, എ, ഇ. അപ്പൊ ഇതിലെ നമുക്ക് ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതാം. എ 2 പ്രാവശ്യം ഇ, ഒരു ഒ. 2 എ ഉണ്ട്, 2 ഇ ഉണ്ട്, അതുപോലെ ഒരു ഒയും ഉണ്ട്. ഇനി നമുക്ക് 6, അതുപോലെ എസ്, എൻ, ബി, എൽ ഇത്രയാണ് വരുന്നത്. അതിൽ ആദ്യം വരും ബി. പിന്നെ നമുക്ക് വരുന്നത് ഏതാണ്?
L വരും. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് N ആണ്. നെക്സ്റ്റ് കഴിഞ്ഞ് വരുന്നത് R കഴിഞ്ഞിട്ട് S ആണ്. ഓക്കെ, ഇതിൽ Oക്കും എസിനും ഇടയിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4 ലെറ്റേഴ്സ് ആണ് വരുന്നത് അല്ലെ? അപ്പൊ ഓപ്ഷൻ ഇ 4 ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. 8 ഫ്രണ്ട്സ് ആർ സിറ്റിംഗ് അറൌണ്ട് എ സ്ക്വയർ ടേബിൾ ആണ്. സ്ക്വയർ ടേബിൾ such a way that 4 of them are കോർണറിൽ, 4 of them are in മിഡിൽ ആണ്. അപ്പൊ കോർണറിൽ ഇരിക്കുന്നവരെല്ലാരും ഇൻസൈഡും ബാക്കി എല്ലാവരും ഔട്ട്സൈഡും ആണ്. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഇവിടെ നമുക്ക് ഓരോന്നായിട്ട് ഇവിടെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നോക്കുക, എ സിക്സ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് ഡി. രണ്ട് പോസിബിലിറ്റീസ് വരും. ഒന്ന് ഡി ഇൻസൈഡ് വരയ്ക്കുന്ന രീതിയിലും വരും, ഒന്ന് ഡി ഔട്ട്സൈഡ് വരയ്ക്കുന്ന രീതിയിലും നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. ഞാൻ ആദ്യം ഡി ഔട്ട്സൈഡ് വരയ്ക്കുന്ന രീതിയിൽ. അപ്പൊ നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പോസിബിലിറ്റി ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് പോസിബിലിറ്റീസ് ആണ് ആദ്യം കാണുന്നത് എന്ന് തോന്നുവാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ ചെയ്യാവുള്ളൂ പോസിബിലിറ്റീസ് ഒക്കെ വരുന്നത്. അപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത് തന്നെ രണ്ട് ഫിഗർ അടുപ്പിച്ച് വരച്ചിട്ട് ഒറ്റ ടൈം തന്നെ അത് രണ്ടും പ്ലേസ് ചെയ്ത് പോവാം. അപ്പൊ ഇവിടെ നമുക്ക് ഡി ഇൻസൈഡ് കൊടുക്കാന്ന് വിചാരിച്ചോ. എ സിക്സ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് ഡി ആണ്, ഡിയുടെ തേർഡ് റൈറ്റില്. അപ്പൊ 1 2 3 ഏതാ ഈ ഒരു പ്ലേസിൽ വരും. ഇനി ഡി ഞാൻ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ 1 2 3 ഏതാ ഈ ഒരു പ്ലേസിൽ വരും. ഇനി നെക്സ്റ്റ് എന്താണ്, ഡിയും എയും വെച്ച് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. എ സിറ്റ്സ് ഓപ്പോസിറ്റ് ടു ആർ ആണ്. അപ്പൊ എ ഓപ്പോസിറ്റ് ടു ആർ ആണ്. ഇവിടെ എ ഓപ്പോസിറ്റ് ടു ആർ ആണ്. പി സിറ്റ്സ് ഓപ്പോസിറ്റ് ടു ബി ആണ്. സി ഡസ് നോട്ട് സിറ്റ് ഓൺ ദ മിഡിൽ ഓഫ് ദ സൈഡ് എന്ന് പറയുന്നുണ്ട്. ഇനി വേറെ ഏതെങ്കിലും ഇതിനകത്ത് വെക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. നോക്കിക്കേ, ആർ വെച്ച് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ക്യൂ സിറ്റ്സ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ദ വൺ ഹൂ സിറ്റ്സ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ആർ. ഇതിൽ ഇമ്മീഡിയറ്റ് റൈറ്റ് ഏതാണ്? ഈ ഒരു പ്ലേസ് അല്ലെ? ഇമ്മീഡിയറ്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ അതാണ്. അപ്പോ ആറിന്റെ ഇമ്മീഡിയറ്റ് റൈറ്റ് ഇരിക്കുന്ന ആളിന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാണ് ക്യൂ ഇരിക്കുന്നത് എന്നാണ്. അപ്പം ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാണ് ക്യൂ ഇരിക്കുന്നത്. അപ്പോ ക്യൂവിന് ഞാൻ ഇവിടെ വെച്ചാൽ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാണ് ക്യൂ ഇരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അല്ലെ? ക്യൂ സിറ്റ്സ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ദി, ഓക്കെ, ഇയാളുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാണ് ക്യൂ ഇരിക്കുന്നത് എന്നാണ്. അപ്പൊ കറക്റ്റ് ആണ്, ക്യൂ നമുക്ക് ഈ ഒരു പ്ലേസിലാണ് ഇവിടെ വരിക. ഓക്കെ, ഇനി ഈ ഇതിലാണെങ്കിൽ ആറിന്റെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ ഇരിക്കുന്നത് ആരാണ്? ഇതാണ്. ഇയാളുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാണ് ക്യൂ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ വരയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പറയുന്നത് പി സിറ്റ്സ് ഓപ്പോസിറ്റ് ടു ബി എന്നാണ്. ഇതിൽ നമുക്ക് ഇനി പിയും ബിയും ഓപ്പോസിറ്റ് വരയ്ക്കാൻ പറ്റുന്നത് ഏത് മാത്രമേ ഉള്ളൂ? ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് വേറെ ഒരിടത്തും വരയ്ക്കാൻ പറ്റുന്നില്ല. കണ്ടോ? പിയും ബിയും നമുക്ക് വരയ്ക്കാം. ഇവിടെ ഒരു പിയും ബിയും വെച്ച് വരയ്ക്കാം. ഇവിടെയും വരാം, തിരിച്ചു വരാം. ഇനി ഈ കേസിലാണെങ്കിൽ നമുക്ക് പിയും ബിയും ഏത് സ്ഥാനത്ത് വരയ്ക്കാം? ഇവിടെ നമുക്ക് പിയും ബിയും തിരിച്ചു വരാം കേട്ടോ. ഇനി നോക്കാം, സി ഡസ് നോട്ട് സിറ്റ് അറ്റ് ദ മിഡിൽ ഓഫ് ദ സൈഡ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സി എനിക്ക് ഇവിടെ വരയ്ക്കാൻ പറ്റും, ഈ ഒരു പ്ലേസിൽ വരയ്ക്കാം. ഈ ഒരു കേസിലാണെങ്കിൽ എനിക്ക് സി ഇവിടെ വരയ്ക്കാം, ബാക്കി എല്ലായിടത്തും ഫില്ലാണ്. ഇനി ബി സിറ്റ്സ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് വൺ ഹൂ സിറ്റ്സ് ഓപ്പോസിറ്റ് ടു എസ്. എസിന്റെ ഓപ്പോസിറ്റ് ആരാണ് ഇരിക്കുന്നത്? അപ്പൊ ഇതിൽ എസിന്റെ ഓപ്പോസിറ്റ് ഡി ആണ്. അപ്പോ ഡിയുടെ സെക്കൻഡ് ലെഫ്റ്റിലാണ് ബി ഇരിക്കുന്നത് അല്ലേ? അതെ, സെക്കൻഡ് ലെഫ്റ്റ് തന്നെയാണ് ബി ഇരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഫിഗർ കറക്റ്റ് ആണ്. ഇതാണെങ്കിൽ എസിന്റെ എസ് എന്ന് പറഞ്ഞാൽ ഇനി ഇവിടെ മാത്രമേ ഉള്ളൂ. എസിന്റെ ഓപ്പോസിറ്റിൽ ഇരിക്കുന്ന ആളുടെ സെക്കൻഡ് ലെഫ്റ്റിലാണ് ബി ഇരിക്കുന്നത്. അപ്പൊ അവിടെ നമുക്കത് വരത്തില്ല. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്ന ഫിഗർ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് അറ്റ് എ ടൈം തന്നെ നമുക്ക് രണ്ട് ഫിഗറിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പോസിബിലിറ്റിയിൽ അത് ക്യാൻസൽ ചെയ്യാനും സാധിക്കും. അപ്പം പോസിബിലിറ്റീസ് എപ്പോഴും ഈ പറയുന്ന ഫിഗേഴ്സ് വീണ്ടും വീണ്ടും വായിച്ച് വരയ്ക്കാണ്ട് അടുത്തടുത്ത് തന്നെ വരച്ചിട്ട് അത് ഒരുമിച്ച് തന്നെ പ്ലേസ് ചെയ്ത് പോവാം. ഹൂ ഈ സിറ്റിംഗ് എക്സാക്ട്ലി ബിറ്റ്വീൻ പി ആൻഡ് ബി വെൻ കൗണ്ട് റൈറ്റ് ഓഫ് പി. പിയുടെ റൈറ്റിൽ നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ പിക്കും ബിക്കും എക്സാക്ട് ബിറ്റ്വീൻ ആയിട്ട് ഇരിക്കുന്നത് ആരാണ്? എസ് ആണ്. ഓപ്ഷൻ എ. ഹൗ മെനി പേഴ്സൺസ് ഇൻ ബിറ്റ്വീൻ ഡി ആൻഡ് ക്യൂ വെൻ കൗണ്ട് ലെഫ്റ്റ് ഓഫ് ക്യൂ. ക്യൂവിന്റെ ലെഫ്റ്റ് വൈസ് കൗണ്ട് ചെയ്യുമ്പോൾ ക്യൂവിനും അതുപോലെ ഏതാണ് ഡിക്കും ഇടയിൽ രണ്ടുപേരാണ് ഇരിക്കുന്നത് അല്ലെ? രണ്ടുപേര്. ക്യൂവിന്റെ ലെഫ്റ്റ് ഇങ്ങനെയല്ലേ വരിക? ഓക്കെ. ഹൂ അമംഗ് ദ ഫോളോയിങ് സിറ്റ്സ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് പി. പിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ ഏതാണ്? റൈറ്റില് എ ആണ്. ഏത് വന്നു? എ. ഓപ്ഷൻ ഡി. ഫോർ ഓഫ് ദ ഫോളോയിങ്, ഓക്കെ, ഇതാണ് നമ്മൾ ഡസ് നോട്ട് ബിലോങ് ടു ഗ്രൂപ്പ് ആണ്. എസ് ക്യൂ പി ഡി ബി. എസ് ക്യൂ അകത്തോട്ട്, പി ഡി ബി. അപ്പോ ക്യൂ ആണ് അവിടെ നമുക്ക് വരുന്നത്, അത് അകത്തോട്ടാണ്, ഇൻസൈഡ് ആണ്. ഹൂ അമംഗ് ദ ഫോളോയിങ് സിറ്റ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് വൺ ഹൂ സിറ്റ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ക്യൂ. ക്യൂവിന്റെ സെക്കൻഡ് റൈറ്റില് നോക്കട്ടെ. ഹൂ അമംഗ് ദ ഫോളോയിങ് സിറ്റ്സ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് വൺ ഹൂ സിറ്റ്സ് സെക്കൻഡ്. ക്യൂവിന്റെ സെക്കൻഡ് റൈറ്റിൽ ഇരിക്കുന്ന ആളുടെ തേർഡ് ലെഫ്റ്റിൽ ആരാണ്? ക്യൂവിന്റെ സെക്കൻഡ് റൈറ്റില് എ. എയുടെ തേർഡ് ലെഫ്റ്റില് 1 2 3 ബി ആണ്. ഓപ്ഷൻ ഡി ബി. ഓക്കെ,
ഇനി നെക്സ്റ്റ് ഇതാ ഈ ഒരു സിംഗിൾ ചോദ്യം നമുക്ക് എപ്പോഴും ചോദിക്കുന്ന രീതിക്കുള്ളതാണ് കമ്മീഷൻ. കമ്മീഷന്റെ ഹാസ് മെനി ലെറ്റേഴ്സ് ബിറ്റ്വീൻ ദം ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഡയറക്ഷൻസ് നോക്കുക. അപ്പൊ ഇത് വെച്ച് നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. കൗണ്ട് ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് നമുക്ക് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡിൽ നമ്മളത് കൗണ്ട് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മുടെ ലെറ്റേഴ്സ് ഒന്ന് പറഞ്ഞു പോവാ. സി കഴിഞ്ഞിട്ട് ഡി ഇ എഫ് ജി എച്ച് അതൊന്നും വരത്തില്ല. ഇനി ഒ പി ക്യു ആർ എസ് വരുന്നുണ്ട്, കണ്ടോ? എസ് ടി യു വി അതൊന്നും വരത്തില്ല. എം എൻ ഒ പി ക്യു ആർ എസ് അത് വരത്തില്ല. എം എൻ ഒ പി ക്യു അതൊന്നും വരത്തില്ല. ഐ ജെ കെ എൽ എം എൻ അത് വരുന്നുണ്ട്, ഐ എൻ വരുന്നുണ്ട്. ഓക്കെ, ഇനി എസ് കഴിഞ്ഞിട്ടുള്ളത് അതൊന്നും നമുക്ക് ഇവിടെ ഇതൊന്നും വരത്തില്ല. നെക്സ്റ്റ് വരുന്നത് എൻ ഒ വരുന്നുണ്ട്. പി ക്യു ആർ എസ് അതൊന്നും വരത്തില്ല. ഒ പി ക്യു ആർ എസ് അത് വരത്തില്ല. ഐ ജെ കെ എൽ എം എൻ ഒ അതും വരുന്നുണ്ട്. അടുത്ത് എസ് ടി യു വി അത് വരില്ല. വീണ്ടും എസ് ടി യു വി വരില്ല. ഐ ജെ കെ എൽ എം അത് വരത്തില്ല. എം എൻ ഒ ഇത് വരും. അങ്ങനെ ടോട്ടൽ 1 2 3 4 5 6 അപ്പൊ മോർ ദാൻ 5 ആണ് അവിടെ ആൻസർ വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ചോദ്യവും കൂടിയാണ് നമുക്കിനി ബാക്കിയുള്ളൂ. ഒന്നല്ല, 2 ചോദ്യം കൂടെ നമുക്ക് ബാക്കിയുണ്ട്. ഒരു 2026 ബാങ്ക് SSC കലണ്ടർ ഉടൻ വരുന്നു. വരാനിരിക്കുന്നത് 1,00,000-ൽ പരം അവസരങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് മെന്റേഴ്സിനൊപ്പം വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്കൊരു സർക്കാർ ജോലി നേടിയെടുക്കാം. അതും ഇപ്പോൾ ഏറ്റവും മികച്ച ഓഫേഴ്സിൽ. എൻട്രി ഫ്യൂച്ചർ ഫെസ്റ്റിന്റെ ഭാഗമായി ബാങ്ക് SSC RRBയുടെ എല്ലാ കോഴ്സുകളും 40% വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാം. കൂടെ അൺലിമിറ്റഡ് വാട്സ്ആപ്പ് അക്സസും. കൂടാതെ ഈ മാസം ഗോൾഡ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവരിൽ 3 പേർക്ക് നേടാം അൺലിമിറ്റഡ് ട്രാക്ക് വാലിഡിറ്റി. പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ കോഴ്സ് ഓഫേഴ്സ് എന്താണെന്ന് അറിയൂ. എന്താണ് നമ്മുടെ ഹൈറ്റ്സ്, നമ്മുടെ കമ്പാരിസൺ ബേസ് ചെയ്ത് വരുന്നതാണ്. 8 പേരുണ്ട്. 1 2 3 4 5 6 7 8 ഡിഫറെന്റ് വെയിറ്റ്സ് ആണ്. ഓൺലി 2 persons ആർ ഹെവിയർ ദാൻ പി. അപ്പൊ പിന്നെക്കാട്ടിലും ഹെവിയർ 2 പേരേ ഉള്ളൂ. ഹു ഈസ് ലൈറ്റർ ദാൻ ക്യൂ ആണ്. അപ്പൊ ക്യൂനെക്കാട്ടിലും ലൈറ്റർ ആണ്. ഹു ഈസ് ലൈറ്റർ ദാൻ ക്യൂ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ക്യൂ ഇവിടെ വരാം, അല്ലെങ്കിൽ ക്യൂ ഇവിടെ വരാം. ആർ ഈസ് നോട്ട് ലൈറ്റസ്റ്റ് പേഴ്സൺ ആൻഡ് ക്യൂ ഈസ് നോട്ട് ഹെവിയസ്റ്റ്. അപ്പം ക്യൂ എന്തായാലും ഇവിടെ വരില്ല, അതുപോലെ ആർ എന്തായാലും ഇവിടെ വരത്തില്ല. ഓക്കെ, യു ഈസ് നോട്ട് ഹെവിയസ്റ്റ് പേഴ്സൺ. യുവും ഹെവിയസ്റ്റ് പേഴ്സൺ അല്ല. വി ഈസ് ഹെവിയർ ദാൻ പി എന്ന് പറയുമ്പോൾ വി ഇവിടെ വരും. യു ഈസ് നോട്ട് ഹെവിയർ ദാൻ പി എന്ന് പറയുമ്പോൾ പിക്ക് അകത്തായിരിക്കും യു വരിക. എസ് ഈസ് ഹെവിയർ ദാൻ ആർ ബട്ട് ലൈറ്റർ ദാൻ യു. ഓക്കെ, ഡബ്ല്യു ഈസ് ഹെവിയർ ദാൻ ആർ ബട്ട് ലൈറ്റർ ദാൻ യു. അപ്പൊ യു എവിടെ വരും? ഈ ഒരു പ്ലേസിൽ നമുക്ക് കൊടുക്കാം. അപ്പോ എന്തായാലും എസ് ഇസ് ഹെവിയർ ദാൻ ബട്ട് ലൈറ്റർ ദാൻ യു, ഡബ്ല്യു ഇസ് ഹെവിയർ ദാൻ ആർ ബട്ട് ലൈറ്റർ ദാൻ യു ആണ്. അപ്പോ യു ഇവിടെ ഒന്നുകിൽ എസ് ഡബ്ല്യു ഇവിടെ വരാം, എസ് ഡബ്ല്യു ഇവിടെ വരാം, ആർ ഇവിടെ വരാം. ഇനി നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാനുള്ളത് ടി ആണ്. അതില് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? എസ് ഇസ് ലൈറ്റസ്റ്റ് പേഴ്സൺ ആണോ? അല്ല. ഡബ്ല്യു ഇസ് ഹെവിയസ്റ്റ് പേഴ്സൺ ആണോ? അല്ല. ടി ഇസ് ലൈറ്റസ്റ്റ് പേഴ്സൺ ആണോ? യെസ്. ഓൺലി 2 persons ആർ ഹെവിയർ ദാൻ ആർ? അല്ല. ക്യൂ ഇസ് ഹെവിയർ ദാൻ വി? അല്ല. ഓക്കെ, ഇഫ് ഡബ്ല്യു ഇസ് ഇമ്മീഡിയറ്റ്ലി ലൈറ്റർ ദാൻ യു, ഓക്കെ, ഇതാണ് ഇമ്മീഡിയറ്റ്ലി ലൈറ്റർ ദാൻ യു ആണെന്നുണ്ടെങ്കിൽ ഹു അമംഗ് ദ ഫോളോയിങ് ഇസ് തേർഡ് ലൈറ്റസ്റ്റ് പേഴ്സൺ ആരായിരിക്കും? 1 2 3 എസ് ആയിരിക്കും. ഏതാണ്? എസ്, തേർഡ് ലൈറ്റസ്റ്റ്. നെക്സ്റ്റ്, അപ്പൊ 2 ചോദ്യങ്ങളാണ് നമുക്ക് അതിൽ നിന്ന് വന്നിട്ടുള്ളത്. ഇനി ഒരൊറ്റ ചോദ്യം മാത്രമാണുള്ളത്. അത് നമ്മുടെ ഫ്ലോർ ബേസ്ഡ് ആയിട്ട് വരുന്ന ചോദ്യമാണ്. അല്ല നോക്കിക്കേ, നമുക്ക് 1 2 3 4 5 6 7 7 ആണ് അവിടെ വരിക. പോസിബിലിറ്റീസ് വരും, അടുത്തടുത്ത് തന്നെ അത് വരച്ചു പോയാൽ മതി. 7 persons PQRST, 7 different floors ആണ്. ലോവർ മോസ്റ്റ് ഫ്ലോർ നമ്പർ ഇസ് 1. ഇതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്, അതുകൊണ്ട് അത് ഫുൾ വായിക്കേണ്ട ആവശ്യമില്ല. പി ലിവ്സ് ഓൺ ഈവൻ നമ്പർ എന്ന് പറയുമ്പോൾ P6 വരാം, പിന്നെ P4 വരാം, പിന്നെ P2 വരാം. അപ്പൊ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ചെയ്തു പോവാം. 3 persons live between P and Q. അപ്പൊ 1 2 3 Q ഇവിടെ വരാം. ഇതിൽ എന്തായാലും നമുക്ക് പറ്റില്ല, അപ്പൊ ഇത് വരത്തില്ല. അടുത്ത് 1 2 3 Q ഇവിടെ വരാം. ഓക്കെ, ആസ് മെനി പേഴ്സൺസ് live below T. T is immediately above Q എന്ന് പറയുന്നുണ്ട്. അപ്പൊ T ഇവിടെ വരാം, അതുപോലെ T ഇവിടെ വരാം. അതുപോലെ ആസ് മെനി പേഴ്സൺ live below T. ടിക്ക് താഴെ എത്ര പേരുണ്ട്? 2 പേര്. അങ്ങനെയാണെങ്കിൽ above എസും 2 പേര് വരണം. ഓക്കെ, ടിക്ക് താഴെ ഇത്രയുണ്ട്, അപ്പൊ എസിനും മേളിൽ അത്രയും വരണം. ഓക്കെ, അപ്പൊ ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ 2 ഫിഗേഴ്സും പ്ലേസ് ചെയ്ത് പോവുകയാണ്. ഓൺലി 1 person lives between S and V. എസിന് വിക്ക് ഇടയിൽ ഒരൊറ്റ പേഴ്സൺ ആണ്. അപ്പൊ എനിക്ക് എസ് വി ഇവിടെ കൊടുക്കാം, ഇവിടെ ആണെങ്കിൽ എനിക്ക് വി ഇവിടെ കൊടുക്കാം. ആർ lives below you but does not live on odd numbered floor ആണ്. അപ്പം ആർ lives below you. അപ്പൊ യു ഇവിടെ വെച്ചാൽ ഇത് ഈവൻ നമ്പർ ഫ്ലോർ ആണ്, അപ്പൊ അത് കുഴപ്പമില്ല. ഓക്കെ, ആർ എനിക്ക് ഇവിടെ വെക്കാം. ഇനി ഈ പ്ലേസിലാണെങ്കിൽ യു ഇവിടെ വെച്ചാൽ അതൊരു ഓഡ് നമ്പർ ഫ്ലോർ ആണ്, അപ്പൊ ഇത് വരില്ല. ഈ ഒരു പോസിബിലിറ്റി തെറ്റാണ്. അപ്പൊ ഇതാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത്. അതിലെ ക്വസ്റ്റ്യൻസ്: ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫ്ലോർ ദസ് പി ലീവ്? പി ലീവ് ഏതാണ്? 6th ഫ്ലോർ ആണ്.
വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ വിത്ത് റെസ്പെക്ട് ടു ഫൈനൽ അറേഞ്ച്മെന്റ്? വി ലിവ്സ് ഓൺ തേർഡ് ഫ്ലോർ ആണോ? അല്ല. യു ലിവ്സ് ഓൺ ഇമ്മീഡിയറ്റ്ലി ബിലോ ടി ആണോ? അല്ല. എസ് ലിവ്സ് 2 floors above പി ആണോ? അല്ല. ക്യു ലിവ്സ് ഇമ്മീഡിയറ്റ്ലി above ആർ ആണോ? അതെ. പി lives on 4th floor അല്ല. ഓക്കെ, അപ്പൊ അതാണ് വരുന്നത്. ഹു among the following person lives on 5th floor? എസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി പേഴ്സൺസ് ലിവ് above ക്യൂ? ക്യൂക്ക് മേലെ എത്ര പേഴ്സൺസ് ഉണ്ട്? 1 2 3 4 5. 5 ആണ്. ഓക്കെ, 4 ഓഫ് ദി അതും നമുക്ക് ഓഡ് വൺ ഔട്ട് ആണ്. വി ടി എസ് ആർ പി. വി ടി എസ് ആർ പി. പി മാത്രമാണ് ഈവൻ നമ്പേർഡ് ഫ്ലോർ, അപ്പൊ അത് പി കൊടുക്കാം. അപ്പൊ ആ ഒരു 5 പ്രോബ്ലമും അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് വരുന്ന ഒരു സിംഗിൾ പ്രോബ്ലം ആണ്. അതായത് 4 letters മീനിങ് വേർഡ് ക്യാൻ ബി ഫോംഡ് ബൈ യൂസിങ് ഫസ്റ്റ്, തേർഡ്, ഫിഫ്ത്ത്, സെവൻത്ത് ലെറ്റേഴ്സ്. അപ്പൊ ഇതിൽ ഫസ്റ്റ്, തേർഡ്, ഫിഫ്ത്ത്, സെവൻത്ത്. അപ്പൊ ഏതാണ്? എഫ് എ യു ഇ. എഫ് എ യു അല്ല, എഫ് ഐ യു ഇ. അപ്പൊ ഇത് പക്ഷെ മീനിങ് വേർഡ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ മാർക്ക് എക്സ് as your ആൻസർ if more than one word, മാർക്ക് ഇസഡ് if no meaningful word. അപ്പം നോ മീനിങ്ഫുൾ വേർഡ് ആണ്. അപ്പോ ഇതൊരു മെമ്മറി ബേസ്ഡ് പേപ്പർ ആണ്. എങ്ങനെയാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ബേസിസ് തന്നെ നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത എക്സാമിന് എഴുതാൻ പോകുന്ന കുട്ടികൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തോളൂ. ഈ ലെവൽ ചോദ്യങ്ങൾ തന്നെയായിരിക്കും അവിടെ വരിക. പിന്നെ നമ്മുടെ പസിൽസിലോ സീറ്റിംഗ് അറേഞ്ച്മെന്റിലോ ആയിരിക്കും നമുക്ക് കുറച്ചൊരു അങ്ങനെ ഒരു എന്താണ് ടഫ്നെസ് വരണമെന്നുണ്ടെങ്കിൽ ആ ഒരു റേഞ്ചിലായിരിക്കും നമുക്ക് വരാൻ, ആ ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻസിലായിരിക്കും അത് വരാൻ സാധ്യത കൂടുതൽ. അപ്പൊ അതൊന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, ഇത് നമ്മുടെ ഞാൻ പറഞ്ഞു പക്ക നമ്മുടെ അനാലിസിസ് ബേസിൽ എടുത്തിട്ടുള്ള ഒരു മെമ്മറി ബേസ്ഡ് ആണ്. അപ്പൊ അത് ആ രീതിക്ക് തന്നെ നിങ്ങൾ കാണുക കേട്ടോ. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടും എനിക്ക് പറയാനുള്ളത്. അപ്പോ 13, 14 തീയതികളിൽ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അതുപോലെ ഈ എക്സാംസ് എഴുതി കഴിഞ്ഞ കുട്ടികൾ, അവർക്ക് ഇപ്പോ നിങ്ങൾക്ക് ഒരു 65 മേലെ അല്ലെങ്കിൽ 70 മേലേക്ക് നിങ്ങൾ എഴുതിയിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ മെയിൻസ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ. ഒട്ടും തന്നെ നിങ്ങൾ താമസിക്കരുത്. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ഇയറിലെ ബാങ്ക്, SSC, RRB എക്സാംസ് ഒക്കെ നിങ്ങൾ എഴുതാൻ അതായത് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കായിട്ട് നമ്മുടെ എൻട്രിയുടെ തന്നെ എന്താണ് ഓഫർ, അൺലിമിറ്റഡ് ഓഫേഴ്സ് നമുക്ക് വന്നിരിക്കുകയാണ്. അതായത് 40% ഓഫർ ആണ് നമുക്കിപ്പോ വന്നിട്ടുള്ളത്. കൂടാണ്ട് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് വരുന്ന വാട്സാപ്പ് ഗ്രൂപ്പ് ആക്സസും നമുക്കുണ്ട്. അതുപോലെ തന്നെ എന്താണ് ട്രാക്ക് വാലിഡിറ്റിയും നിങ്ങൾക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാം, നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാം. കാരണം നമ്മുടെ എൻട്രിയുടെ ഫ്യൂച്ചർ ഫെസ്റ്റ് നടക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും ആ ഒരു ഓഫറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം ഇത് നമ്മുടെ ബാങ്ക്, SSC, RRB എല്ലാ കോഴ്സുകൾക്കും നമുക്ക് ഈ ഒരു എന്താണ് ഓഫറും കാര്യങ്ങളും ഫ്യൂച്ചർ ഫെസ്റ്റിന് അടിസ്ഥാനമായിട്ട് വരുന്ന ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോ നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ കോഴ്സസ് പോകുന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ബേസിക്, ഇന്റർമീഡിയറ്റ്, അതുപോലെ എക്സ്പേർട്ട് ലെവൽ കോച്ചിങ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് തരുന്നത്. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് മെയിൻസ് ലെവൽ കഴിഞ്ഞ് ഇന്റർവ്യൂ ലെവൽ വരെ വരുന്നത് എല്ലാ കാര്യങ്ങളും നമുക്ക് അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ റെക്കോർഡ് സെഷൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പോ എന്താണ് നമ്മുടെ ലൈവ് സെഷൻസ് ആയിട്ടോ ഒക്കെ നമുക്ക് ഇപ്പം ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ്, അതുപോലെ മെന്റർഷിപ്പ് സപ്പോർട്ട് എല്ലാം ത്രൂ നമുക്ക് വരുന്ന എന്താണ് കോഴ്സസ് ആണ്. അപ്പം എല്ലാവരും ജോയിൻ ചെയ്യുക, നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നമുക്കിനി വീണ്ടും നെക്സ്റ്റ് മെമ്മറി ബേസ്ഡ് പേപ്പർ ആയിട്ട് കാണാം. അപ്പൊ അതുവരേക്കും താങ്ക് യു, ബൈ.